രാജസ്ഥാനിൽ വന്നിട്ട് അതും ജയ്സൽമീർ വന്നിട്ടും എനിക്ക് ഒരു കാര്യം മാത്രം മോശമായിട്ട് തോന്നില്ല. അത് ചിലപ്പോൾ മോശമാണെന്ന് എനിക്കറിയില്ല. പിന്നെ ജയ്സൽമീറിലും ജയ്പൂരിലൊക്കെയും കണ്ടത്, ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യയിലും കണ്ടത്, ചൈൽഡ് ലേബറൊക്കെയും ലോ എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം പിള്ളേരൊക്കെ പണി എടുപ്പിക്കുക. ഞാനൊരു പയ്യനെ കണ്ടില്ലേ, അവനാണ് അവന്റെ കുടുംബത്തിനെ നോക്കണേ. നമ്മൾ താമസിക്കുന്ന റൂഫ് ടോപ്പാണ്. നമ്മുടെ റൂം വരുന്നത് അതിൻ്റെ ഉള്ളിലാണ്. വല്ലവരും ജയ്പൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നോളൂ. കിടിലൻ ആംബിയൻസും കൂടിയാണ്. വൃത്തിയുള്ള സ്ഥലം നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നോ, അടിപൊളിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 15 മിനിറ്റിന്റെ യാത്രകളോ ഇവിടേക്ക്. ചെടികൾക്കൊക്കെ രാവിലെ തന്നെ അവള് തന്നെ വെള്ളമൊഴിക്കുന്നു. നന്നായിട്ട് ഒരു നദിയുടെ നടുക്കൊരു മഹല് പടുത്തു വെച്ചേക്കാട്ടോ. എന്തിട്ട സാധനം. ഈ ജൽമഹലിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ വരുന്നണ്ട. വെൽക്കം ടു ഡിഫി വ്ളോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. ജയ്സൽമീർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മൾ നമ്മുടെ ബാഗെല്ലാം ഡെസേർട്ട് സഫാരിക്ക് പോയ ഓഫീസിലേക്ക് വെച്ച് ഇവിടെ മൊത്തം കറങ്ങിയായിരുന്നു. രാത്രി ഒരു ലേക്ക് പോയി കണ്ടായിരുന്നു. അപ്പൊ ജയ്സൽമീറിനോട് വിട പറഞ്ഞ് നമ്മൾ നീങ്ങാണ്. എനിക്കൊരു കാര്യം പറയാണ്ട്, ഞാൻ ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം ജയ്സൽമീർ വരണേ. പക്ഷെ എനിക്ക് ജയ്സൽമീർ ഇത്ര സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഈ പ്രാവശ്യമാണ്. ഈ പ്രാവശ്യം ഞാൻ അല്ല, കാരണം മെഹനു വന്ന കാരണം ഉണ്ടല്ല, മെഹനു കാരണം ഈ പ്രാവശ്യം ജയ്സൽമീറിന്റെ യഥാർത്ഥ കൾച്ചറും കാര്യങ്ങളും അറിയാൻ പറ്റി. ജയ്സൽമീറിന്റെ പക്ക എന്താണെന്ന് അറിയാൻ പറ്റി. കുറേ സ്ട്രീറ്റിലൂടെ നടക്കാൻ പറ്റി. ഒരു ഫാമിലിയുടെ വീട്ടിൽ കയറാൻ പറ്റി. അവരായിട്ട് ഇടപഴകാൻ പറ്റി. അതൊക്കെ ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പ്രാവശ്യം. ജയ്സൽമീറിന്റെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം തന്നെയാണ്. ഇവിടുത്തെ ആൾക്കാർ ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്ന വ്യക്തികളാണ്. കൊറോണ സമയത്ത് ഇവരേക്കും ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടത് എനിക്കറിയാം. ഞാൻ കൊറോണ സമയത്ത് ഇവിടെ വന്നിട്ടുള്ളതാണ്. രാജസ്ഥാനിൽ വന്നിട്ട് അതും ജയ്സൽമീർ വന്നിട്ടും എനിക്ക് ഒരു കാര്യം മാത്രം മോശമായിട്ട് തോന്നില്ല. അത് ചിലപ്പോൾ മോശമാണെന്ന് എനിക്കറിയില്ല. ഇതുപോലെ നിറച്ചും ചാണകമാണ് പോണ വഴി മൊത്തം. പിന്നെ ഇതുപോലെ പശുക്കളും എല്ലാം കിടക്കാണ്. അതായത് റോഡ് സൈഡിലേക്ക് നടുക്കിൽ കയറിക്കും ഇവരിക്കും. അതൊന്ന് ലിമിറ്റ് ചെയ്യുക. ഐ മീൻസ് ഒരു തൊഴുത്തിൽ കെട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. എനിക്കറിയില്ല. ഇതേ കണ്ട, ഇതവിടെ അറ്റത്തേക്കും അവിടെ നിന്ന് ആ കടയുടെ അവിടെ നിന്ന് ഇറങ്ങി വരാം. ഭയങ്കര, അതായത് പോകുന്ന വഴി ചിലപ്പോൾ ചാണകക്ക് ചവിട്ടും. അതാണ് പ്രശ്നം. എൻ്റെ ബാഗിലേക്ക് അവിടേക്ക്. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് കേരളം കഴിഞ്ഞിട്ടുള്ള വേറെ എവിടെ. കാരണം അമ്മാരി വൃത്തികേട്. അത് ടൂറിസ്റ്റ് ഏരിയയില്, ടൂറിസ്റ്റ് ഏരിയയില് ചാണകം കണ്ടില്ലേ നീ? ഞാൻ ചാണകം ചവിട്ടിയത് എവിടെയാ? അല്ല, ജയ്സൽമീർ ഫോർട്ടില് ചാണകം ചവിട്ടിട്ട് ഉറച്ചത് ഓർമ്മയുണ്ടാ? ഞാൻ ചവിട്ടിയായിരുന്നു. പിന്നെ ജയ്സൽമീറിലും ജയ്പൂരിലൊക്കെയും കണ്ടത്, ഓൾമോസ്റ്റ് നോർത്ത് ഇന്ത്യയിലും കണ്ടത്, ചൈൽഡ് ലേബറൊക്കെയും ലോ എന്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം പിള്ളേരൊക്കെ പണി എടുപ്പിക്കുക. ഞാനൊരു പയ്യനെ കണ്ടില്ലേ, അവനാണ് അവന്റെ കുടുംബത്തിനെ നോക്കണേ. അവൻ മാജിക് ഷോ നടത്തി അവന്റെ കുടുംബത്തെ നോക്കുന്നു. അവൻ പഠിക്കാൻ പോണില്ല. നല്ല സ്മാർട്ടായിട്ടുള്ള പയ്യൻ. ഞാൻ അവന്റെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു അവനൊന്ന് പഠിക്കാൻ വിടും. അപ്പൊ അവര് പറയണം തന്നെ, പഠിക്കാൻ പറ്റുന്ന ഭയങ്കര ആശയുണ്ട്, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളിലേക്ക് വിടുള്ളൂ. ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചേഴ്സ് ഇല്ല. ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർ പറയും 1 hour ജസ്റ്റ് ഒന്ന് വല്ലതും പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ പോയി കളിച്ചോളാൻ പറയും. പിള്ളേർ കളിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഒന്നും നോക്കില്ല. ഇവര് തമ്മിൽ തല്ലും, ബഹളാവും, ഭയങ്കര ഇഷ്യൂസ് ആവും. ഡിസ്ക്രിമിനേഷൻ നല്ല രീതിയിലുണ്ടെന്നാ പറഞ്ഞു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. റെയിൽവേ സ്റ്റേഷന്റെ പണി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ബിൽഡിംഗ് പണിയത് ഈ യെല്ലോ കളറ് സ്റ്റോൺ വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെയും കണ്ട, അവിടെയും യെല്ലോ കളർ സ്റ്റോൺ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ്. നമ്മുടെ ട്രെയിൻ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. കുറേ കിടക്കുന്നേ. ഇവന്മാര് ആരും ഓപ്പൺ ചെയ്തിട്ടില്ല. ഒരു ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ പോലും. ഇത്രയും തണുത്ത് കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കും. എ സിയിലുള്ള ആൾക്കാർ ഇത്ര പൈസ കൊടുത്ത് പോകണ്ടല്ലേ. ഇവിടെ ആൾക്കാർ നിൽക്കുന്നു. എ സിയിലുള്ളവർക്ക് തുറന്നു കൊടുത്തിട്ടില്ല. സ്ലീപ്പറിലും സെക്കൻഡ് ക്ലാസ്സിലുള്ളവർക്ക് സുഖമായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. ട്രെയിൻ നേരത്തെ എത്തിയിട്ടോ. 1:15 എത്തേണ്ട ട്രെയിൻ 1 മണിക്ക് എത്തി. 15 മിനിറ്റ് മുന്നിലാണ്. നേരെ നമ്മൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങണം. എന്നിട്ടൊരു ഹോം സ്റ്റേ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അവിടേക്ക് പോവാം. അല്ല മേനു മൊത്തം കിളി പോയ പോലെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു വണ്ടി. മൊത്തം ബ്ലോക്കും കാര്യങ്ങളാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡാണ് പണി നടന്നുകൊണ്ടിരിക്കുക. റെയിൽവേ സ്റ്റേഷൻ്റെ കൺസ്ട്രക്ഷൻ. അപ്പോൾ അതിൻ്റേതായ ബ്ലോക്കും എല്ലാം കൊണ്ടും ബ്ലോക്കാണ്. വൃത്തി എന്ന് പറഞ്ഞ സാധനം അരിയത്തോടെ പോയിട്ടില്ല. റോഡൊക്കെ കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ ഹോം സ്റ്റേ. ഇതെങ്ങനെ തുറക്കാം? തുറന്നോ? അവിടെ ചോദിക്കും. ഇപ്പൊ നമ്മള് ഹോം സ്റ്റേയുടെ ഉള്ളിലേക്ക് കയറി
ഉള്ളിൽ തന്നെ അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മൾ വല്ലതും കഴിക്കാൻ വേണ്ടി വാങ്ങിക്കാൻ പോവാണ്. ഫുഡ് ഓർഡർ ചെയ്യണം. ഒന്നും കഴിച്ചിട്ടില്ല. മെഹനുദേ ചായ കുടിച്ചിരിക്കുന്നു. പിന്നെ നട്ടാണി. മെഹനു വിശന്നാൽ നിങ്ങളല്ലാതെ മാറും. ഒരു മണി ഒന്നും കഴിച്ചിട്ടുള്ള പാവം. ഒരു മണിയോ ബാക്കി ആരും കൂട്ടും. ശരിയാ 2:30 ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതെ നമ്മളങ്ങനെ റൂമിലേക്ക് കയറാണ്. നമ്മുടെ റൂം വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളും. റൂം കുഴപ്പമൊന്നുമില്ല, ഡീസൻറ്റ് റൂമാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് പുറത്തേക്കൊന്ന് നോക്കി ഒരു റൂഫ് ടോപ്പ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കാന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് കാണിക്കുന്നത്. അടിപൊളി വൃത്തിയാണ്. വൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ചെറിയ സ്ഥലത്ത് വേണമെങ്കിൽ കിടക്കാം. അതതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഗുഡ് മോർണിംഗ്. അങ്ങനെ പിറ്റേ ദിവസമായി. ഞങ്ങൾ ഇന്നലെ രാത്രി നമ്മുടെ ജയ്പൂരൊക്കെയും കറങ്ങാനൊക്കെയും പോയിരുന്നു. നമ്മൾ താമസിക്കുന്ന റൂഫ് ടോപ്പാണ്. നമ്മുടെ റൂം വരുന്നത് അതിൻ്റെ ഉള്ളിലാണ്. വല്ലവരും ജയ്പൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നോളൂ. കിടിലൻ ആംബിയൻസും കൂടിയാണ്. വൃത്തിയുള്ള സ്ഥലം നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നോ, അടിപൊളിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 15 മിനിറ്റിൻ്റെ യാത്രകളോ ഇവിടേക്ക്. ഇത് പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല, ഞാൻ താമസിച്ച കാരണമുണ്ട്, എൻ്റെ അനുഭവം കാരണമുണ്ട് ഞാൻ പറഞ്ഞതാണ്. ചെടികൾക്കൊക്കെ രാവിലെ തന്നെ അവള് തന്നെ വെള്ളം ഒഴിക്കുന്നു. രാത്രി ഇവിടേക്കില്ലേ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വേറെ തന്നെ ലെവല്. ഇപ്പൊ ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റൂമും ഫെസിലിറ്റീസും നിങ്ങൾക്ക് തരുന്നുണ്ട്. അതും നിസ്സാര പൈസക്കാണ് കേട്ടോ ഉള്ളത്. റൂഫ് ടോപ്പിലും നിസ്സാര രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് റൂഫ് ടോപ്പിൽ ഇതുപോലത്തെ റൂമൊന്നല്ല, നിങ്ങൾ കണ്ടതായിരിക്കും. ഇത് ഫാമിലിക്ക് വരുമ്പോൾ കിട്ടുന്നതാണ്. ബാക്ക് പാക്കേഴ്സ് ട്രിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ആ റൂം എടുത്തത്. നമുക്ക് അത്ര മതി. കാരണം നമ്മുടെ ബാഗ് വെക്കണം, കിടന്നുറങ്ങണം, ചൂടുവെള്ളം കിട്ടണം, നല്ല ബാത്റൂം കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഹോം സ്റ്റേ. സ്നേഹദീപ് എന്നാണ് പേര്. ഇതാണ് ഇതിന്റെ അഡ്രസ്സ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ധൈര്യമായിട്ട് താമസിച്ചോളൂ. നമ്മൾ ജൽമഹൽ പോകാനുള്ള പ്ലാനാണ്. വണ്ടി ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉബർ ടാക്സി ലാഭമാണ് കേട്ടോ. നിസ്സാര രൂപയുള്ളൂ എല്ലാവർക്കും. ഫുള്ളും ഫോഗാണ് കേട്ടോ. ചെറിയൊരു മൂടൽമഞ്ഞുണ്ട്, എന്നാലും കുഴപ്പമില്ല, കാണാൻ പറ്റും. ചെറിയൊരു തണുപ്പുണ്ട്. ഇവിടെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെരുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുന്ന് വാങ്ങിക്കേണ്ട, ഡൽഹി പോകുന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കുക, അതായിരിക്കും ഫാർ ബെറ്റർ. പിന്നെ ഇത് ഇവിടെ കണ്ട ഒരു ഡെമോ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ വരുന്നുണ്ട, ആനപ്പുറത്തൊക്കെയാണ് കേട്ടോ വരണേ. കിട്ടിയില്ല. ഇവിടെ ഇപ്പം പ്രീ വെഡിങ് ഷൂട്ടും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് ആൾക്കാർ. അടിപൊളി. അതാണ് ജൽമഹൽ വരുന്നത്. ഒരു നദിയുടെ നടുക്കൊരു മഹല് പടുത്തു വെച്ചേക്കാട്ടോ. എന്തിട്ട സാധനം. ഈ ജൽമഹലിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അംബർ പാലസിലേക്ക് പോകുന്നുണ്ട്. ആ അംബർ പാലസിലെ കിങ്ങിന് വിശ്രമിക്കാൻ വേണ്ടി ഉള്ളൊരു സ്ഥലമാണ് ഈ ജൽമഹൽ. വേറൊരു കാര്യം എന്നിട്ടാണെന്നറിയോ, ഈ തടാകം ഉണ്ടല്ലോ, ഇത് നാച്ചുറൽ തടാകം ഒന്നല്ല. ഇത് രാജാവ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്ത തടാകമാണ്. ഇവിടെ രാജ്ഞിയുടെ കൂടെ അടിച്ചു പൊളിക്കാനും ചില സ്പെഷ്യൽ പരിപാടികൾക്കും വരാൻ വേണ്ടിയാണ് രാജാവ് ഇത് പണിത് വെച്ചേക്കണത്. ഈ തടാകത്തിനെ മനുസാഗർ ലേക്ക് ഒന്നും അറിയപ്പെടും കേട്ടോ. ഈ ജൽമഹൽ ഉണ്ടല്ലോ, ഇത് 5 നിലയാണ് കേട്ടോ. അതിൽ 5 നിലയിൽ ഒരു നില മാത്രമാണ് നമുക്ക് പുറത്ത് കാണാൻ പറ്റുള്ളൂ. ഇത് റെഡ് സാൻഡ് സ്റ്റോണിലാണ് പണിതേക്കണേ. പക്ഷെ എനിക്ക് യെല്ലോ ആയിട്ടാണ് കാണുന്നത്, എന്തുകൊണ്ടാന്ന് അറിയില്ല. ഇത് പണിതേക്കുന്നത് 1699 കാലയളവിലാണ് തുടങ്ങി വെച്ചേക്കുന്നത്. ഇത് ഫുള്ളും കൺസ്ട്രക്ട് ചെയ്തെടുത്തത് 18th സെഞ്ചുറിയിലെ തുടക്കത്തിലാണ്. എന്താല്ലേ രാജാവിന്റെ അവസ്ഥ, പൈസയുടെ അതിപ്രസരം അല്ലാതെ വേറെന്താ പറയാ. അങ്ങനെ ഞങ്ങള് ജൽമഹൽ നിന്നൊക്കെ ഇറങ്ങി. എന്തോരം ആൾക്കാരാണെന്നറിയോ കാണാൻ വേണ്ടി വന്നേക്കുന്നത്. ഇതൊക്കെയും കാണുമ്പോഴാണ് ഇന്ത്യ പണ്ട് എത്രത്തോളം വലുതായിരുന്നു എന്ന് അറിയുന്നത്. അതായത് സാമ്പത്തികമായിട്ടും ഭയങ്കര രീതിയിൽ റിച്ച് ആയിരുന്നു ഇന്ത്യ. എല്ലാം നശിച്ചു. ഇവിടെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്, കുറേ സാധനങ്ങൾ വഴിയരികില്. വേണ്ടവർക്ക് വാങ്ങിക്കാം, വേണ്ടവർക്ക് വാങ്ങിക്കണ്ട, ബാക്കിയുള്ളവർ ഇങ്ങനെ കണ്ടു നടക്കാം. ഇവിടുന്ന് നമുക്ക് ഓട്ടോ പിടിക്കണം. ഇനി അംബർ പാലസിലേക്കാണ് പോകുന്നത്. അമീർ ഫോർട്ട് എന്ന് പറയും. അവിടെ ഒട്ടൊക്കെ പുറത്ത് പിള്ളേർ പോകണമൊക്കെ. അപ്പോൾ അമീർ ഫോർട്ടിലേക്ക് നമ്മൾ പോവാണ്. വണ്ടി കിട്ടിയിട്ട് മെഹനു ഇവിടെ കയറി, ഞാൻ ഫ്രണ്ടിൽ കയറി. നമ്മുടെ അടുത്ത് 20 രൂപ സവാരി, അതായത് 40 രൂപയുള്ളൂ സവാരിക്ക്. അമീർ ഫോർട്ട് പോകുന്ന വഴി നോക്കി എന്ത് രസമാണെന്ന് നോക്കി. നിങ്ങൾക്കിത് ഈ കോളില്ലാതെ കാണണം, കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ വൺ സെറ്റപ്പാണ് കേട്ടോ. ഇതാണ് ഹൈടെക് ഓട്ടോറിക്ഷകളാണ് ഇതൊക്കെ. അതൊക്കെ ഇങ്ങനെയൊക്കെ വീഡിയെടുക്കാം. അമീർ പാലസിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന വഴി നോക്കി എന്ത് രസമാണ് നോക്കി.
മെഹന് തോന്നിയ റൂട്ടിൽ കൂടെ കയറി പോകുന്നുണ്ട്. അംബർ പാലസ് എന്തിനാ പണിതെന്ന് നിങ്ങൾക്കറിയോ?